ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ റോഡ് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ നിലമ്പൂർ. അപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോകുന്നത് ഊട്ടി തന്നെ, ഊട്ടിയാണ്. പക്ഷേ ഇന്ന് പോകുന്നത് ഊട്ടി എക്സ്പ്ലോർ ചെയ്യാനല്ല, നമ്മൾ ഊട്ടി കഴിഞ്ഞുള്ള വേറൊരു ലൊക്കേഷൻ ഉണ്ട്, കോതഗിരി. അപ്പോൾ നമ്മൾ ഇന്ന് കോതഗിരി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞാനും എൻ്റെ കസിനും ഉണ്ട്. ഞങ്ങൾ എൻ്റെ ഹിമാലയനിൽ രണ്ടാൾ കൂടി പോവാണ്. സോ നമുക്കിന്ന് കോതഗിരി എക്സ്പ്ലോർ ചെയ്യാം. You are wasting your childhood sitting on your phone, obsessing over people, living in this imaginary world. It's not worth it. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൈഗർ ലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഊട്ടി പോണ വഴിക്കുള്ളതാണ്. ഇതെല്ലാവരും അറിയുന്നൊരു പ്ലേസ് തന്നെയാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ കോതഗിരിയാണ്. കോതഗിരിയിൽ ഈവനിങ് 5 മണി ആയിക്കണു. 5 മണിയായപ്പോൾ നമ്മൾ വെറുതെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ ഇറങ്ങുന്ന വഴിയിലാണ് നമ്മളൊരു വ്യൂ കണ്ടത്. നല്ല നൈസ് വ്യൂ. ഇതിപ്പോൾ തേയിലത്തോട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, തേയിലത്തോട്ടാണ്. ഈ തേയിലത്തോട്ടത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ കാണാം. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ? അത് ഗോപ്രോ ആയതുകൊണ്ട് ഇത് സൂമിങ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണില്ല. കാരണം നല്ല ഫുള്ള് കോടയാണ്. നല്ല കോട താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. നല്ല വ്യൂ ആണ്. 5 മണിയാണ്. ഇവിടുത്തെ കോതഗിരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് സമയത്തും ഇവിടെ തണുപ്പും അതേപോലെ വെയിലിൻ്റെ ഇതുണ്ടാവില്ല. വെയിലിൻ്റെ പവർ ഉണ്ടാവില്ല. എപ്പോഴും തണുപ്പായിരിക്കും. അങ്ങനത്തെ ഒരു പ്ലേസാണ് കോതഗിരി. നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ പോരണം ഇങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ വരുന്നവരെല്ലാവരും ഇങ്ങോട്ട് വരണം. കാരണം ഊട്ടിയിലുള്ള പ്ലേസിനേക്കാളും നല്ല ഭംഗിയും ആ ഒരു വ്യൂ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. സോ നമുക്കപ്പോൾ ഇന്ന് നേരെ നമ്മുടെ വാട്ടർഫോളിലോട്ട് പോവാം. നമ്മളിപ്പോൾ പോണത് കാതറിംഗ് വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫോളിലോട്ടാണ്. ഈ പോണ റൂട്ടാണ് ഏറ്റവും ഭംഗി. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, അത്രയും മഞ്ഞ. ഇതൊരു വൈകുന്നേരം 4 മണി ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഈ മഞ്ഞ്. 4 മണി 5 മണി സമയത്താണ് ഈ മഞ്ഞ്. അത്രയും മഞ്ഞ്. ഇവിടെ ഉച്ചക്കിടക്കം നല്ല മഞ്ഞാണ്. നമുക്ക് ഏറ്റവും ഭംഗിയുള്ള വെച്ചാൽ ഇതിൽ ഈ പോണ റൂട്ട് എക്സ്പ്ലോർ ചെയ്യുക. ആ ഒരു വാട്ടർഫോളിനേക്കാൾ നിലത്തും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക പോണ റൂട്ട് അത്രയും ഭംഗിയാണ്. നമുക്ക് നോക്കാം, ആ ഒരു ലൈറ്റ് പോലും, നമുക്കൊരു വണ്ടി തന്ന ലൈറ്റ് പോലും കാണാൻ ബുദ്ധിമുട്ടാണ്.
തൊട്ടടുത്തുള്ളതിന് കൂടി വസ്തുക്കൾ കൂടി നമുക്ക് നേരെ കാണാൻ ബുദ്ധിമുട്ട്. അത്രയും മഞ്ഞ്, ഭയങ്കര തണുപ്പും ഭയങ്കര മഞ്ഞും. ഒരു ഊട്ടിയിലൊന്നും വരുന്നത് സത്യം പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസാണിത്, ഈ കോതഗിരി. ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. മരണത്തെ പറ്റിയല്ല ആരും ഭയക്കുന്നത്, ബാക്കിയായി പോകുന്ന സ്വപ്നങ്ങളെ കുറിച്ചാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും നാളത്തെ ഓർമ്മകളാണ്. ഒരുപാട് യാത്ര ചെയ്യണം. യാത്രകൾ നൽകുന്ന പാഠങ്ങൾ ഒരു സ്കൂളിലും പഠിപ്പിക്കാൻ. അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാം ദിവസം ഞങ്ങൾ നേരെ കോടനാട് വ്യൂ പോയിന്റോട്ടാണ് പോകുന്നത്. കോതഗിരിയിലെ ബെസ്റ്റ് പ്ലേസാണ് കോടനാട് വ്യൂ പോയിന്റ്. പോണ റൂട്ടിനെ കാണാമല്ലോ ആ ഒരു വ്യൂ പോയിന്റ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നിന്നില്ല, നേരെ അങ്ങോട്ട് പോകുന്നത്. ഈ വ്യൂ പോയിന്റ് കോതഗിരി ടൗണിൽ നിന്ന് നമുക്കൊരു 12 കിലോമീറ്റർ പോരണം. കോതഗിരി ടൗണിൽ നിന്ന് നമുക്ക് ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നേരെ പോന്നാൽ 12 കിലോമീറ്റർ പോന്നാലാണ് ഈ വ്യൂ പോയിന്റ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഫീ ആയിട്ട് കൊടുക്കുന്നത്. അത് 20 രൂപ കൊടുക്കണം. പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ ഒരു കോവിഡിൻ്റെ കഴിഞ്ഞ ടൈമായിരുന്നു. പ്രത്യേകിച്ച് വീക്കെൻഡും അല്ല, പിന്നെ ഒരാളുമില്ല. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരു ആൾ പോലും ഇല്ല അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വരാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് സ്വയം അവിടെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനത്തെ പ്ലേസ് നല്ല ടൈമായിരുന്നു നമുക്ക്. അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ, അതിന് സർക്കിട്ട് തന്നെ പോകണം, കുറെ നാടുകൾ കാണണം. അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോന്നു. ഇപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ പോകണമെങ്കിൽ ഒരു ഉള്ളിലോട്ട് വഴിയേണ്ടതാണ്. നേരെ അവിടെ കയറി നോക്കി ഫോട്ടോസ് എടുക്കാതിരുന്നു. നമ്മുടെ കൊച്ചു പൊട്ടക്കണക്കിൽ ജീവിച്ചുകൊണ്ട്, നമ്മളുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നലോകത്ത് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക, ലോകത്തിന്റെ ഈ വിശാലത കാണുക, ആഹ്ലാദത്തിന്റെ മുഹൂർത്തങ്ങളിൽ പങ്കാളികളാവുക. നമ്മളുടെ ഈ മനസ്സിന്റെ താളം മാറും, ചിന്തകൾ മാറും, പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും എന്നൊരു സംശയം. അങ്ങനെ നമ്മുടെ ഈ റൈഡിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സജഷൻസ് പറയാനോ വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റൈഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ അസ്ലം സൈനിങ് ഓഫ്.